അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന ദിവസത്തെ സ്വാതി മലിവാലിന്റെ പുതിയ വീഡിയോ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം മലിവാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പുറത്തു വരുന്നതിന്റെ വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, രണ്ട് ഭാഗത്തുനിന്നും ആരോപണങ്ങൾ ഒരുപോലെ ശക്തമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലും പിടിച്ചു മാറ്റുന്നത് പോലെയാണല്ലോ, അവർ കൈതട്ടി മാറ്റുന്നുണ്ട്. അതായത് എന്തോ ഇഷ്യൂ നടന്നതിന് ശേഷമാണ് പുറത്തു വന്നതെന്ന് വ്യക്തമാണല്ലേ? ഈ ആം ആദ്മി പാർട്ടി വൃത്തങ്ങളാണ് ഈ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഈ സ്വാതി മലിവാൽ ഈ ആരോപിച്ചിരുന്നത് അവരെ ബലം പ്രയോഗിച്ച് ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് ഈ മർദ്ദനമേറ്റതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വാതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ, അതായത് അവിടെ കാര്യമായ ബലപ്രയോഗമൊന്നും നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷെ അവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുവരുന്നു, തുടർന്ന് അവർ പോലീസുമായി സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഈ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറുവശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ആധികാരികമായി പറയാൻ വേണ്ടി കഴിയില്ല. ഇതിനിടെ ഈ രാഘവ് ചദ്ദ MP ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി ഈ സന്ദർശനത്തിനാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ, ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. സ്വാതിയെ പോലെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം രാഘവ് ചദ്ദയും കാര്യമായ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. രാഘവ് ചദ്ദ ഈ കണ്ണിന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിദേശത്തായിരുന്നു. അതായത് ഒറ്റ കാര്യം, ഈ നിർബന്ധിച്ചല്ല അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അല്ല ഇവരെ പുറത്തു കൊണ്ടുപോയത് എന്ന് എന്നുറപ്പിക്കാനല്ലേ ആം ആദ്മി പാർട്ടി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ വാദം ശക്തമായി തെളിയിക്കുന്നതിനാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ ഈ സ്വാതിയുടെ രഹസ്യമൊഴി ഡൽഹിയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ ഈ തന്നെ വലിച്ചിഴച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നതെന്ന് സ്വാതി പറഞ്ഞതായി പിന്നെ റിപ്പോർട്ടുകൾ മറ്റും പുറത്തു വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അങ്ങനെ അത്തരത്തിലൊരു ബലപ്രയോഗമൊന്നും നടന്നിരുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സ്വാതിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരുപക്ഷെ ചെറിയ തോതിൽ അത് പിടിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ബലപ്രയോഗം എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി കഴിയില്ല. പുറത്തിറങ്ങിയതിനു ശേഷം അവർ പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് അതിനോടുകൂടെ തന്നെ സ്വാതി ഡൽഹി പോലീസിന്റെ PCR വിളിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ആ സമയം പോലീസുമായി അവർ സംസാരിക്കുന്നുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അല്ല ഇവരെ പുറത്താക്കിയത് എന്ന കാര്യം ഉറപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ സ്വയം ഇഷ്ടപ്രകാരമല്ല സ്വാതി മലിവാൾ പോയത്, അതുകൊണ്ടായിരിക്കാമല്ലോ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇരുഭാഗത്തുനിന്നും ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടുള്ള പരസ്പര ആരോപണങ്ങളാണ് ശക്തമായി തുടരുന്നത്. അതിൻ്റെ സത്യാവസ്ഥകൾ അന്വേഷണത്തിൽ ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷ. എന്തായാലും ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട് ഈ സംഭവങ്ങൾ. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്.